എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് ആവശ്യം? അതായത് കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റണം എന്നാണ് കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ LDF ഗവൺമെന്റ് പറഞ്ഞത്. അതിനു മുൻപ് UDFും അത് തന്നെ പറഞ്ഞു. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി, നോളജ് ഹബ്ബാക്കി മാറ്റി ആഗോളതലത്തിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ വിദ്യാർത്ഥികളാണ്, അതായത് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസം ഇവിടെ ഉള്ളവരെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ ശോച്യമായിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി. അപ്പൊ ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഗവൺമെന്റ് തന്നെ, അതായത് സ്വകാര്യ മേഖല ധാരാളമായിട്ട് എഡ്യൂക്കേഷനിൽ ചെലവഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കണം. അപ്പൊ അങ്ങനെ ചെലവഴിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുകയുള്ളൂ. അങ്ങനെ മാത്രവുമല്ല, ഈ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ധനമന്ത്രി തന്നെ ബജറ്റിൽ പറഞ്ഞിരുന്നു, എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം. വളരെ നല്ല ഐഡിയയാണത്. ക്യാമ്പസ് തോറും എന്തുകൊണ്ടാണ് ഈ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാകാത്തത്? വെറുതെ തല്ലിപ്പൊളി രാഷ്ട്രീയവും കൊണ്ട് നടക്കുകയാണ് കുട്ടികള്. ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല. ക്യാമ്പസിലെ ഇലക്ഷനും അവിടെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെയാകും. പക്ഷെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ലെന്ന് കോടതി പോലും വിധിച്ചിട്ട് പോലും നമ്മുടെ ക്യാമ്പസുകൾ അശാന്തമായി തുടരുകയാണ്. ആ അശാന്തിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ക്യാമ്പസ് വിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് തൊഴിലില്ല. തൊഴിലുണ്ടാകണമെങ്കിൽ ക്യാമ്പസിൽ ശാന്തി ഉണ്ടാകണം, അതുപോലെ തന്നെ ക്യാമ്പസിന് പുറത്തും ശാന്തി ഉണ്ടാകണം. അപ്പോൾ എന്താണ് വേണ്ടത്? മന്ത്രി രാജീവ്, വ്യവസായ മന്ത്രി രാജീവും എഡ്യൂക്കേഷൻ മന്ത്രി ബജറ്റിലും പറയുന്നത് പോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും തരപ്പെടുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണം. ഈ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നതിന് PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. 5000 രൂപ വീതം CSR ഫണ്ടിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ഒക്കെ ആയിട്ട് ഇന്റേൺസിന് റെമ്യൂണറേഷൻ കൊടുക്കും. അങ്ങനെ ഇന്റേൺഷിപ്പ് പരിപോഷിപ്പിക്കാം. അപ്പോൾ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായാൽ ആ സ്റ്റാർട്ടപ്പുകൾ തന്നെ ഇന്റേൺഷിപ്പിനുള്ള സൗകര്യമായി മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് കേരളത്തിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിന്. സ്റ്റാർട്ടപ്പുകൾക്ക് കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, നല്ല വലിയ ഒരു പഠനം, വളരെ ശക്തമായ ഒരു പഠനം ഈ കേരളത്തിൽ ഉടനീളമുള്ള കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളെ പറ്റി നടത്തിയ അനുഭവജ്ഞാനമുണ്ട് എനിക്ക്. അതായത് അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഫെലോഷിപ്പോടെയാണ്, സ്കോളർഷിപ്പ് അല്ല, ഫെലോഷിപ്പോടെയാണ് ആ പഠനം ഞാൻ നടത്തിയത്. വെറുതെ ഫെലോഷിപ്പ് കിട്ടില്ല. നല്ല ക്വാളിറ്റി പ്രപ്പോസലും ക്വാളിറ്റി സ്റ്റഡിയുമാണെങ്കിലേ കിട്ടൂ. അങ്ങനെ നടത്തിയ സ്റ്റഡിയിൽ ഞാൻ കണ്ടതാണ് മിടുക്കികളായ കുടുംബശ്രീ സംരംഭകരുടെ സംരംഭങ്ങൾ. അപ്പൊ അത്തരം സംരംഭങ്ങൾ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ വരാം. ആ കുടുംബശ്രീകളെ തന്നെ അവിടെ വേണമെങ്കിൽ ആദ്യ കാലത്തൊക്കെ എന്താ പറയുക, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക, ഇതെങ്ങനെയാണ് നടത്തി കൊണ്ടുപോകേണ്ടത്. അതിനുശേഷം അതൊക്കെ സ്റ്റുഡൻസിന്റെ തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്ത് ആ സ്റ്റുഡന്റ് ഗ്രൂപ്പുകൾ തന്നെ വിവിധ തരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക. അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകളിൽ തന്നെ പഠനം കഴിഞ്ഞ് ജോലിയാകണമെന്നില്ല. ഇതേ സ്റ്റാർട്ടപ്പുകളുമായി സ്വന്തം ജീവിതം കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേര് വരും. അങ്ങനെ വരുമ്പോൾ അവരൊക്കെ ജോലി കൊടുക്കുന്നവരാകും. ജോലി തെണ്ടുന്നവരല്ല, ജോലി കൊടുക്കുന്നവരായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ക്യാമ്പസുകളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടെങ്കിൽ തനിയെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരും. അതാണല്ലോ റെസ്പോൺസിബിൾ ടൂറിസം ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ആ റെസ്പോൺസിബിൾ ടൂറിസം പോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് കൾച്ചർ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാണ് കുട്ടികൾ പഠിക്കാൻ വരില്ലാത്തത്? അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഇപ്പൊ AI ഒക്കെ കാലഘട്ടം വരികയാണ്. അപ്പൊ എല്ലാത്തരം സ്കിൽ ട്രെയിനിങ്ങും കുട്ടികൾക്ക് കൊടുക്കണം. അതായത് വെറുതെ തിയറി മാത്രം പഠിക്കും, തിയറി അത്യാവശ്യമായിട്ടും പഠിച്ചിരിക്കണം. തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി അവർക്ക് കിട്ടണം. അങ്ങനെ ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടുന്നതോടൊപ്പമാണ് ക്യാമ്പസുകളിലെ സ്റ്റാർട്ടപ്പ് കൾച്ചർ. ആ സ്റ്റാർട്ടപ്പുകളും ഈ AIയും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു നോളജ് ഹബ്ബാക്കി നമ്മുടെ ക്യാമ്പസുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റുഡൻസിന്റെ
അതായത് കുട്ടികളുടെ ഗ്രൂപ്പുകൾ, ഈ കുടുംബശ്രീ ഗ്രൂപ്പുകൾ പോലെ കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ഒരു ഗ്രൂപ്പിന് ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ